ശബരിമലയിൽ തീർത്ഥാടകർക്ക് സൗജന്യ വൈഫൈ ലഭ്യമാക്കാൻ ഒരുങ്ങുകയാണ് ദേവസ്വം ബോർഡ്. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. BSNLുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുക. ഇതോടെ ശബരിമലയിലെ നെറ്റ്വർക്ക് പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകും എന്നതാണ് പ്രതീക്ഷ. ഒരാൾക്ക് പരമാവധി അരമണിക്കൂറാണ് സൗജന്യ വൈഫൈ ലഭിക്കുക. പിന്നീട് 1 GB 9 രൂപയും 75 GB 99 രൂപ എന്ന നിരക്കിലും സേവനം ലഭ്യമാകും. നെറ്റ്വർക്കിലെ പ്രശ്നങ്ങൾ മൂലം ഭക്തർക്ക് ആശയവിനിമയം നടത്തുന്നതിൽ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഇതിനും പരിഹാരമാകും. ആദ്യഘട്ടത്തിൽ നടപ്പന്തൽ, സന്നിധാനം, മാളികപ്പുറം, ആഴിയുടെ ഭാഗം, മാളികപ്പുറത്തെ അപ്പം അരവണ കൗണ്ടറുകൾ, മരാമത്ത് കോംപ്ലക്സ്, ആശുപത്രികൾ എന്നിവിടങ്ങളിലായി 15 വൈഫൈ ഹോട്ട്സ്പോട്ടുകളാകും ഉണ്ടാകുക. വൈഫൈ സംവിധാനം BSNL പ്രൊവൈഡ് ചെയ്യുന്നത് അരമണിക്കൂർ ഫ്രീ ആയിട്ടും ബാക്കി പെയ്ഡായിട്ടുമാണ് ഇത് വരുന്നത്. ഇതിൽ ഒരു ദിവസം 9 രൂപയ്ക്ക് ചാർജ് ചെയ്യണമെങ്കിൽ 1 GB ഒരു ദിവസം കിട്ടുകയും 99 രൂപയ്ക്ക് ചെയ്യണമെങ്കിൽ 75 GB 30 ദിവസത്തേക്ക് കിട്ടുകയും ചെയ്യും. ഇത് ഓൾ ഇന്ത്യയിലുള്ള ഒരു ഓഫറാണ്. എങ്കിലും സന്നിധാനത്താണ് ഇത് ആദ്യമായിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. വൈഫൈ 100 MBPS സ്പീഡിലാണ് ചെയ്യുന്നതെങ്കിലും ക്രൗഡ് അനുസരിച്ച് അല്പം കുറയും. 100 MBPS കിട്ടണമെന്നില്ല. എങ്കിൽ പോലും ഒരു 16 MBPS എബോവ് നിൽക്കും, ബിലോ വരത്തില്ല. നിലവിൽ പമ്പ എക്സ്ചേഞ്ച് മുതൽ സന്നിധാനം വരെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു നടപടികൾ വേഗത്തിലാകും. ക്യൂ കോംപ്ലക്സുകളിൽ സൗജന്യ വൈഫൈ സേവനം ഇതിനകം ആരംഭിച്ചിട്ടുമുണ്ട്. 24 സന്നിധാനം. അപ്പോൾ അവിടെ വലിയ തിരക്കൊക്കെ ഉണ്ടെങ്കിലും ശാന്തവും സമാധാനവുമായി പുരോഗമിക്കട്ടെ ഒരു മണ്ഡലകാലം കൂടി എന്ന് വീണ്ടും ആശംസിക്കുകയാണ്. ഇവിടെ ഗണേഷ് പറയുകയാണ്, ഹാഷ്മിയുടെ ശബ്ദം സ്പീഡ് കുറച്ച് പറഞ്ഞാൽ ഏഷ്യാനിലെ കണ്ണാടി പ്രോഗ്രാം അവതരിപ്പിച്ച TN ഗോപകുമാർ സാറിൻ്റെ ശബ്ദമായിട്ട് സാമ്യമുണ്ട് എന്ന് പറയുകയാണ്. TNG നമ്മുടെയൊക്കെ ഒരു തലപ്പക്കമുള്ള ഫ്രണ്ട് റണ്ണറാണ്. അദ്ദേഹത്തിൻ്റെ ഈ കണ്ണാടി പരിപാടി, പറയുന്ന കണ്ണാടി പരിപാടിക്ക് കുറച്ചുനാൾ അതിൻ്റെ റിപ്പോർട്ടുകൾക്ക് ശബ്ദം കൊടുക്കാൻ ഭാഗ്യം കിട്ടിയൊരു മാധ്യമപ്രവർത്തകൻ കൂടിയാണ്. ഗണേഷ് പറയുന്നത് പോലെ സ്പീഡ് കുറയ്ക്കാം.